തിരുവനന്തപുരം മണ്ണന്തല സ്വദേശിയായ കുമാരി സ്വന്തം ഭവനത്തിൽ സമാധാന അന്തരീക്ഷം ലഭിക്കുവാനായി നേർച്ചകളും കാഴ്ചകളുമായി ആരാധനാലയങ്ങൾ സന്ദർശിച്ച വ്യക്തി ജീവിതം അവസാനിപ്പിക്കാൻ പോലും തീരുമാനമെടുത്ത ദിനരാത്രങ്ങൾ. ഒടുവിൽ വഴിപാടുകൾക്ക് നേടിക്കൊടുക്കാൻ സാധിക്കാത്തത് യേശുക്രിസ്തുവിലൂടെ നേടിയെടുത്ത സഹോദരിയാണ് കുമാരി. ഞങ്ങൾ ഹിന്ദു കുടുംബത്തിൽ നിന്നും ജനിച്ചതാണ്. 95 ക്രിസ്തുവിനെ മുഖാന്തരം ക്രിസ്തുവിനെ അറിയുവാൻ കാരണമായത്. അതെങ്ങനെയെന്ന് വെച്ചാൽ, എൻ്റെ ഭർത്താവ് നല്ല ഒരു ആളായിരുന്നു. പുള്ളി ഞങ്ങൾ നല്ല കുടുംബത്തിൽ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 95 എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നു. പിന്നെ കുടുംബത്തിൽ വളരെ പ്രയാസങ്ങളായി. അത് എങ്ങനെയാണ് ഞാൻ മുമ്പോട്ട് തരണം ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. 2 കുഞ്ഞുങ്ങളായിരുന്നു, എനിക്ക് 2 പെൺമക്കളായിരുന്നു. പിന്നെ ഞാൻ പോവാത്ത ഒരു ക്ഷേത്രവും ഇല്ലായിരുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിലൊരു സമാധാനം കിട്ടണം, ഒരു സന്തോഷം കിട്ടണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞാൻ കരയും, നിലവിളിക്കുമായിരുന്നു. എന്നിട്ട് എൻ്റെ പിറക്കൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി ചോദിക്കുക, എന്താ കുഞ്ഞെ നീ ഇങ്ങനെ കരയണേന്ന്. കാരണം എനിക്കൊന്നും പറയുവാൻ കഴിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പേരൂർക്കട വേറെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഞാനൊരു മെമ്പർഷിപ്പ് ചേർന്ന് ചൊവ്വാഴ്ച ദിവസം എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ മുടങ്ങാതെ പോയി അവിടെ വഴിപാട് കഴിക്കുകയും അവിടെ പോയി നേർച്ചകൾ പലതും ഞാൻ ചെയ്യും. എന്നിട്ടും എനിക്കൊരു സമാധാനവും എനിക്കില്ലായിരുന്നു. എനിക്ക് സമാധാനം ഏത് വഴി കൂടെ കിട്ടുമെന്നുള്ള ഒരു ജീവിതമായിരുന്നു. അന്ന് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു, എൻ്റെ കുഞ്ഞുങ്ങളും വളരെ ചെറുപ്പമായിരുന്നു. പക്ഷേ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് എനിക്ക് ഒരു സമാധാനവും കിട്ടിയില്ല. അവസാനം എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് ഒന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെയും ഒരു കുളമുണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്കിൽ, ആ കുളത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെയും അവിടെ ഇട്ട് ഞാനും അങ്ങ് മരിക്കാം എന്നെൻ്റെ മനസ്സിൽ നന്നായിട്ട് എനിക്കുണ്ടായി. പിന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ ജീവിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ മക്കളെ കൊന്നല്ലോ എന്നൊരു പേരുദോഷം എനിക്ക് കിട്ടും എന്ന് വെച്ച് വീണ്ടും ഞാൻ അവിടെ നിന്ന് വീണ്ടും ഞാൻ ക്ഷേത്രങ്ങളിലെല്ലാം ഞാൻ പോകും. ഒന്നേ ഒരു ജീവിതം ഞങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കാണിക്കണമെന്ന്. പക്ഷെ അവിടെ ഞങ്ങൾക്ക് ഒന്നിലും ഒരു ഇതില്ലേ, ഒരു ജീവിതത്തിൽ ഞങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് എവിടെ ഒരു സമാധാനം കിട്ടും, ഞങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു, ഇനി ഞങ്ങൾ കല്യാണം കഴിഞ്ഞു വേർപെട്ട് ഇങ്ങനെ ഡൈവോഴ്സിന് വരെ ഞാൻ തീരുമാനിച്ചിരുന്നു. ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. കരവളത്ത് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. ജോളി എന്നാണ് ആ ചേച്ചിയുടെ പേര്. ചേച്ചിക്ക് നല്ല വിശ്വസ്തതയുള്ള ഒരാളിനെ വേണം ഡ്രൈവറായിട്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു ദൂതൻ തന്നെ ഞങ്ങളെ മുമ്പ് കൊണ്ടെത്തിച്ച്. പക്ഷേ ഞങ്ങളുടെ വീട് പേരൂർക്കടയാണെങ്കിലും മെയിൻ റോട്ടിലായിരുന്നു. അവിടെ ആ ചേച്ചി ഒരു കടയിൽ ഒരാളിനോട് ചോദിക്കുകയായിരുന്നു, ഒരു നല്ല ഒരു വിശ്വസ്തതയുള്ള ഒരു ഡ്രൈവറിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞുകൊണ്ട്, കാരണം പുള്ളിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, അത്രയും അങ്ങ് വയ്യായിരുന്നു, വളരെ ക്ഷീണിതനായിരുന്നു. പക്ഷേ പുള്ളിക്കാരനും വീട്ടിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് എന്ത് ജോലിക്കും പുള്ളി തയ്യാറായിരുന്നു. അപ്പോഴാണ് ആ വീട്ടിൽ ചേച്ചിയുടെ വീട്ടിൽ ഡ്രൈവറായിട്ട് പോയി ഓട്ടോ ഓട്ടിച്ച് അവിടെ പോയി ആ ചേച്ചി മുഖാന്തരം ഞങ്ങൾ പാറോട്ടുണത്ത് ഒരു അമ്മാമ്മയുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. അമ്മാമ്മയുടെ പേര് സരസമ്മ എന്നാണ്. അമ്മാമ്മ മരിച്ചുപോയി. അവരെ വീട്ടിൽ ചേട്ടൻ, ഞാൻ അറിഞ്ഞിട്ടില്ല, വെള്ളിയാഴ്ച തോറും പ്രാർത്ഥനയ്ക്ക് പോകും. അപ്പം ഞാൻ എതിർത്ത്, ഞാൻ പറഞ്ഞു ഞാൻ വരൂല എന്ന് പറഞ്ഞ്, ഇല്ല നീ വന്നേ പറ്റുള്ളെന്ന് പറഞ്ഞു. എന്നാൽ ശരി വരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ നാവിൽ പെട്ടെന്നൊരു വാക്കുണ്ടായി, ചവിട്ടിയാൽ ഒരു വള്ളത്തിൽ ചവിട്ടണം, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിറന്നോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. അത് നീ എന്തായാലും നീ ഇറങ്ങുമെന്ന് പറഞ്ഞ് 2 വള്ളത്തിൽ ചവിട്ടല്ലെന്ന്. എന്തോ എനിക്ക് പെട്ടെന്ന് എൻ്റെ നാവിൽ അങ്ങനെ ഒരിത് തോന്നി. ഞാൻ അങ്ങ് പെട്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ പറഞ്ഞ്, നീ തയ്യാറായി നിൽക്കണം, ആ ചേച്ചിയോട് ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം, നമുക്ക് പോവാമെന്ന് പറഞ്ഞ്
ഞാൻ പറഞ്ഞു എന്നാൽ ശരി, ഞാൻ പിള്ളേരെ സ്കൂളിലാക്കിയിട്ട് ഞാൻ ഇറങ്ങി നിന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വെള്ളിയാഴ്ച ചേട്ടനും ആ ചേച്ചിയായിട്ട് ഞങ്ങൾ അവിടെ അമ്മാമ്മേരെ അവിടെ പ്രാർത്ഥനയ്ക്ക് പോകും. എന്നിട്ട് ചേച്ചി ഒരു വാക്കുപോലും ദൈവകാര്യം എന്നോട് പറഞ്ഞില്ല. അവിടെ പോയിട്ട് എനിക്കവിടെ ഇരുന്നപ്പം ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയും നമുക്ക് പോവാമെന്ന് പറയും. ഇവരെന്തൊക്കെ അങ്ങ് ആരാധിക്കുകയല്ലേ, ഇപ്പോഴല്ലേ മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇറങ്ങി വന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ പിറ്റേ ആഴ്ചയിൽ ഞങ്ങൾ 3 വെള്ളിയാഴ്ച മുടങ്ങാതെ അവിടെ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. 3 വെള്ളിയാഴ്ച പോയി കഴിഞ്ഞപ്പം കാണാൻ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ്, പുള്ളിയുടെ പേര് സുദർശനൻ എന്നാണ്, പറഞ്ഞു അത് എന്തോ ഒരു ശക്തിയുണ്ട് കുമാരി, നമുക്ക് മുടങ്ങാതെ തന്നെ നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ഞാനും അങ്ങ് പോയി. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നു. 6 മാസം വരെ ഞങ്ങൾ അവിടെ പോകും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീട്ടിൽ വളരെ പ്രയാസങ്ങളായപ്പം തിരുവല്ലയിൽ ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നു. അവർ പേരൂർക്കടയായിരുന്നു താമസിച്ച. ആ അമ്മാമ്മേരെ കൂടെ ഞങ്ങൾ 6 മാസം അവരോട് ഒരു അമ്മയും മക്കളെയും പോലെ ഞങ്ങൾ കഴിയായിരുന്നു. കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ബദർ അവിടെ വന്നിരുന്നു. ആ ബദറിൻ്റെ പേര് ഷിബു എന്നാണ്. ആ ബദറുമായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടപ്പോഴത്തേക്ക് ഞങ്ങളുടെ പാസ്റ്ററും അവിടെ വന്നു. പാസ്റ്ററിൻ്റെ പേര് ജോസ് മാത്യു എന്നാണ്. ആ പാസ്റ്ററും അവിടെ വന്നു. ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരു ഞായറാഴ്ച വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഞായറാഴ്ച പോയില്ല. പിറ്റേ ഞായറാഴ്ച ഞങ്ങൾ പോയി. ഇതിനിടയ്ക്ക് പുള്ളിക്ക് സുഖമില്ലാതായി പേരൂർക്കട ആശുപത്രിയിൽ അഡ്മിറ്റായി കിടന്ന സമയത്ത് ഇത്തിരി സീരിയസ് ഒക്കെ ആയിരുന്നു. അപ്പോഴാണ് ഈ ഷിബു എന്ന് പറഞ്ഞ ബ്രദർ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ച് കാലിൽ തൊട്ടങ്ങ് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറയുന്നു, കുമാരി ഇതിൽ വളരെ ഒരു ശക്തിയുണ്ട്. പക്ഷേ എനിക്കെന്തോ എൻ്റെ ഉള്ളിൽ നിന്നൊരു ഭാരം മാറിയതുപോലെ തോന്നി. 95-ലായിരുന്നു ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായി. കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ ഭയങ്കര പ്രതികൂലങ്ങളൊക്കെ. എൻ്റെ അമ്മായിയമ്മ, എൻ്റെ അനിയൻ്റെ ഭാര്യ, ഇവരെല്ലാം പറഞ്ഞു, അയ്യോ ആ മതം മാറി, തീർച്ചയായിട്ടും കുമാരി ചേട്ടത്തി തിരിച്ച് മടങ്ങി വരും, ഞങ്ങൾ വിളിക്കുന്ന ദൈവത്തെ തന്നെ വിളിക്കും, കുഞ്ഞുങ്ങളുടെ ഭാവിയെല്ലാം നശിച്ചു പോയി എന്നൊക്കെയും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മുമ്പോട്ട് വെച്ച കാല് മുമ്പോട്ട് തന്നെ, ഇനി പിറന്നോട്ട് വയ്ക്കുന്ന ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ കാരണം നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം പ്രയാസങ്ങൾ കടന്നു പോവുകയായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിന് സുഖമില്ലാതെ പുലയനാർക്കോട്ട ആശുപത്രിയിൽ 3 മാസം അഡ്മിറ്റായി കിടന്നു. ഞാൻ അവിടെ നിന്ന് ഞങ്ങളുടെ കുടുംബ വീട്ടിൽ നിന്ന് തന്നെ പാറോട്ടുകുണത്ത് ഒരു വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചു. എൻ്റെ ഓരോ പ്രയാസങ്ങൾ ഞങ്ങൾ പാസ്റ്ററിനോട് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മാറി താമസിച്ചു. അവിടെ നിന്ന് തന്നെ എൻ്റെ 2 പിള്ളേരും ഞങ്ങളും ക്രിസ്തുവിനെ അറിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ല 2 മരുമക്കളെ കിട്ടി. എൻ്റെ മൂത്ത മരുമോനാണെങ്കിൽ ഒരു മിഷണറി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മോനാണ്. മോൻ്റെ പേര് ജോജി എന്നാണ്. എൻ്റെ മൂത്ത മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. നല്ല ദൈവഭയമൊക്കെ ഉള്ള ഒരു മോനാണ്. പക്ഷെ ഞാൻ ചിന്തിക്കാത്തതും അർഹിക്കാത്തതും പല കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായി. അത് കഴിഞ്ഞ് എൻ്റെ ഇളയ മരുമോൻ്റെ പേരും സുധീഷ് എന്നാണ്. അതും ഒറ്റയ്ക്ക് ദൈവത്തെ അറിഞ്ഞു. കുടുംബത്തിൽ അത് മാത്രമാണ് ദൈവത്തെ അറിഞ്ഞു വന്നത്. ക്രിസ്തീയ കൂട്ടായ്മയിൽ പങ്കെടുത്ത കുമാരി അനുഭവിച്ചറിഞ്ഞത് അസാധാരണ ദൈവിക അനുഭവങ്ങളാണ്. വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ദൈവിക രോഗസൗഖ്യം സ്വജീവിതത്തിൽ ഈ സഹോദരി അനുഭവിച്ചറിയുകയായിരുന്നു. നമ്മൾ ഓരോ കാര്യങ്ങളും ക്രിസ്തുവിൽ രുചിച്ചറിയുമ്പോഴാണ് നമുക്ക് ഓരോന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ മൂത്ത മോനുമൊക്കെ മോൻ ഹോമിയോ ഡോക്ടറായിരുന്നു. മോനിച്ചിരി പ്രയാസങ്ങളൊക്കെ ആയി ദൈവം അത്ഭുതത്തിൻ്റെ വഴി തുറന്ന് ഓസ്ട്രേലിയയിൽ പോകുവാനും അവിടെ കുടുംബമായി അവർക്ക് അവിടെ പാർക്കുവാനും ഒക്കെ ദൈവം അവിടെ ഇടയാക്കി. അതിന് എനിക്കും അവിടെ പോവാൻ കഴിഞ്ഞ വർഷം ഞാൻ അവിടെ പോയിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു.
പക്ഷേ ഞാൻ അവർ തന്നെ പറഞ്ഞ് അമ്മയ്ക്ക് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അവർ എന്നെ ടിക്കറ്റൊക്കെ എടുത്തു. അവിടുന്ന് ആൾക്കാർ വന്നപ്പോഴത്തേക്ക് ഒരു മോളും ഒരു മോനും ഒക്കെ വന്നപ്പം ഞാൻ അവരോടെ പോയി 5 മാസം വളരെ സന്തോഷത്തോടെ അവിടെ കഴിയുവാനും ഒക്കെ ഇടയാക്കി. പക്ഷേ ഒരിക്കലും വിദേശത്ത് ഞാൻ പോയി ഇങ്ങനെ ഒന്ന് സന്തോഷിക്കുമെന്നോ അവരോട് ഞാൻ ഒരുമിച്ച് കഴിയുമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അതെല്ലാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വഴിയായിരുന്നു. ഇളയ മോളാണെങ്കിൽ UP-യിലാണ്, അവൾ ഉത്തർപ്രദേശിലാണ്, ഇളയ മരുമോൻ ദുബായിലാണ്. കാരണം ജാതികളെ മുമ്പ് നിന്നയും പരിഹാസവും കേട്ടെങ്കിലും ദൈവം അതിനുള്ള ഇടയാക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് ചർച്ചിൻ്റെ ഔട്ട് ഹൗസിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടുന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുകയായിരുന്നു. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ദൈവം എനിക്ക് അവിടെ ഒരു 5 സെൻറ്റ് സ്ഥലവും എല്ലാം ദൈവം എനിക്ക് ഒരുക്കി തന്നു. ഇപ്പോൾ എൻ്റെ ബന്ധുക്കളും എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാരും എല്ലാം പറയുന്നത്, നീ ഇങ്ങനെ പോയത് കൊണ്ടാണ് നിനക്ക് ഇത്രയും പിള്ളേരുടെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടതും ഇങ്ങനെയൊക്കെ വരാനും കാരണമെന്ന്. സത്യദൈവം യേശു മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ക്രിസ്തുവിനെ അറിയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ വരും. അതെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോവാൻ തക്കവണ്ണം ദൈവം കൃപ തരും. അതുപോലെ 2013 എൻ്റെ ഭർത്താവ് മരിച്ചത്. PRS ആശുപത്രിയിലായിരുന്നു. വെള്ളിയാഴ്ച ഒരു 5:15 മണിക്കായിരുന്നു മരിച്ചത്. പക്ഷെ ആ മരിച്ചു പോയതിന് ശേഷമുള്ള ജീവിതവും അതിന് മുമ്പുള്ള ജീവിതത്തിലും ഒരുപാട് വ്യത്യാസം ദൈവം എന്നെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതുപോലെ 2 മരുമക്കളും നല്ല മരുമക്കൾ, 2 മക്കളും 4 കൊച്ചുമക്കളുണ്ട്. മൂത്ത മോളാണെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് അവൾ പോകുമ്പോൾ ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ പല ഡോക്ടർമാരെയും കാണിച്ച് ഇനി കുഞ്ഞുങ്ങളൊന്നും ജനിക്കൂല അങ്ങനെയാണെന്ന് പറഞ്ഞ് അവിടെ പോയതിന് ശേഷം ഒരു കുഞ്ഞിനെ കൂടെ ദൈവം തന്നു. മോളെ പേര് അനുഗ്രഹ എന്നാണ്. 4 കൊച്ചുമക്കളാണ്. ഏഞ്ചല, അനുഗ്രഹ, എസ്തേർ, ഷാരോ. മക്കളുടെ പേര് സരിത, സൗമ്യ. മരുമക്കളുടെ പേര് ജോജി, സുധീഷാണ്. ഈ സുധീഷും ഹിന്ദുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നതാണ്. ജോജി മോനാണെങ്കിൽ, മൂത്ത മരുമോനാണെങ്കിൽ, ജോജി ആണെങ്കിൽ മിഷണറി കുടുംബം. അമ്മാമ്മയുടെ പേര് ഗ്രേസി തങ്കച്ചൻ എന്നാണ്, പപ്പയുടെ പേര് തങ്കച്ചൻ എന്നാണ്. അവരാണ് ഈ വീട്ടിൽ പാർത്തുകൊണ്ടിരുന്നതും. പക്ഷേ അവരുടെ കല്യാണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ സംഭവങ്ങളാണ് ഞങ്ങളുടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും ഒരു നല്ലൊരു ഭാവി ദൈവം ഒരുക്കി എല്ലാ കാര്യങ്ങളും. പക്ഷെ പല വിഷയങ്ങളെ മേലും ഈ പല പ്രയാസങ്ങളും ഒക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്കും എനിക്ക് നേരിടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, രാത്രിയിലൊക്കെ ചില സമയത്ത് ഞാൻ 1 മണിക്കൊക്കെയും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ആ വാക്യങ്ങൾ അറിയില്ല. അപ്പോൾ ഞാൻ ആ ശബ്ദം കേൾക്കും. പടക്കൂട്ടങ്ങളെ മുമ്പാകെ മതിൽ ചാടി കടക്കും, നിൻ്റെ മുമ്പാകെ ഇരിക്കുന്ന ദുർഘടങ്ങൾ നിരപ്പാക്കി വയ്ക്കുമെന്ന്. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മോളെ കല്യാണത്തിനും ഇതുപോലെ പല പ്രയാസങ്ങളൊക്കെയും വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം ഞാൻ കേട്ടായിരുന്നു. നിനക്ക് സഹായം എവിടെ നിന്നും വരുന്നു? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിൽ നിന്നും വരുന്നു. അവൻ മയങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. പക്ഷേ ഈ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ ചെവിയിലാണ് ഈ ശബ്ദം മുഴങ്ങിയത്. അതെല്ലാം ദൈവം എല്ലാത്തിനും നല്ലതായി ദൈവം ഓരോന്നും നല്ല ഭംഗിയായിട്ട് നടത്തി. പക്ഷേ എനിക്ക് വളരെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ പല ഈ സാക്ഷ്യങ്ങൾ പലയിടത്തും എനിക്ക് പറയണമെന്ന്. എനിക്ക് മാത്രമല്ല, എൻ്റെ ഭർത്താവിനും ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും പോയി സാക്ഷ്യങ്ങൾ പറയണം. അതുപോലെ ഞങ്ങളെ ഈ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ചേച്ചി അവരുടെ ചർച്ചിൽ ഹിന്ദുക്കൾ വരുമ്പോൾ എന്നെ വിളിക്കും. ഞാൻ അവിടെ പോകും. ഞാൻ പോയി സാക്ഷ്യം പറയും. കാരണം അവർ കരവളത്താണ്. ചേച്ചി ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. കാരണം സത്യം ദൈവം യേശുവാണ് എന്നുള്ളത് അനേകരറിയണം. അതുപോലെ എൻ്റെ അമ്മ, ഞങ്ങളുടെ കുടുംബത്തിലെ എൻ്റെ അമ്മ ഭയങ്കര ഹിന്ദു എന്ന് വെച്ചാൽ വെള്ളിയും ചൊവ്വയും മീനൊന്നും കഴിക്കൂല, ഭയങ്കര
ഭക്തിയും ഭയങ്കര ഇതായിരുന്നു. ക്ഷേത്രങ്ങളിൽ പോകും, ഈ തിളച്ച വഴിപാടെല്ലാം കൈകൊണ്ടൊക്കെ വാരും. ആരെങ്കിലും പനിയായിട്ട് വരുമ്പോൾ എൻ്റെ അമ്മയുടെ അടുക്ക വരും. അമ്മ കുറേ ഈ ക്ഷേത്രത്തിലെ ഭസ്മമൊക്കെ കൊണ്ടുവന്ന് ആ പിള്ളേരെ മുഖത്തിടുമ്പം പനി അങ്ങ് മാറും. പക്ഷെ അമ്മ TPN ചർച്ചിൽ പോയി, അവിടെ ആയിരുന്നു അമ്മയുടെ മരണം വരെ അവിടെയായിരുന്നു. അമ്മയും മരിച്ചുപോയി. പക്ഷേ എൻ്റെ മോള് അവിടെ നാഗർകോവിൽ എൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു. അവൾ അവിടെ ചർച്ചിൽ പോകും. കാരണം ഞങ്ങൾ അവിടെ വാടാക്കി എൻ്റെ അമ്മ നാഗർകോവിൽ താമസിക്കുമ്പോൾ അടുത്തായിരുന്നു ഈ ചർച്ച്. അവിടെ ഒരു പാസ്റ്ററിന് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരിക്കൽ അവൾ സ്കൂളിൽ പോയില്ല, അവൾക്ക് പനിയായിരുന്നു. അങ്ങനെ ആ പാസ്റ്ററിൻ്റെ മുമ്പ് അവൾ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞെന്ന്, മോളെ നിനക്ക് മണ്ണൻ്റെ ഇതാണ്, അതുകൊണ്ട് മോൾ 2 ദിവസം സ്കൂളിൽ പോകരുതെന്ന് പറഞ്ഞു. പിന്നെ അവൾ എല്ലാ ഞായറാഴ്ച അവൾ അവിടെ ഈ TPN ചർച്ചിൽ പോവും. അപ്പോഴമ്മ കളിയാക്കുമായിരുന്നു, നീ അവിടെ പോകണം. അപ്പോൾ അവൾ പറയുന്നത്, അമ്മച്ചി ഈ ചർച്ചിൽ പോവും, അമ്മച്ചി ദൈവത്തെ ആരാധിക്കും. പക്ഷെ അത് യഥാർത്ഥമായി ആ സത്യം അത് ശരിക്കും അത് വന്നു. അമ്മ ആ ചർച്ചിൽ പോവേ മരണം വരെ ആ ചർച്ചിൽ നിൽക്കുകയും ചെയ്തു. അതിനായി ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. കാരണം ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ അനിയത്തി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും. ഇപ്പം എപ്പോഴും ഞാനൊരു കാര്യം, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുന്നുണ്ട്. കാരണം അത് ആണ് ഏറ്റവും വലുത്. എൻ്റെ കർത്താവ് എൻ്റെ അപ്പനാണ്. നമ്മൾ എന്താവശ്യപ്പെട്ടാലും അത് താമസിച്ചാലും ഉടൻ നമുക്ക് മറുപടി കിട്ടില്ല, അത് താമസിച്ചേ മറുപടി കിട്ടുകയുള്ളൂ. ഞാൻ പലപ്പോഴും എൻ്റെ ഭർത്താവിനോട് ഞാൻ ചോദിക്കും, ചേട്ടാ എന്താ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത? അപ്പോൾ 3 കാര്യം പറയും, കുമാരി ഒന്ന് വെയിറ്റ് ചെയ്യണം, ഒന്ന് യെസ്, ഒന്ന് നോ, ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ ഓരോ കാര്യം, പുള്ളി ഇടയ്ക്ക് ആശുപത്രിയിൽ ചിലപ്പോൾ മോടെ കല്യാണ സമയങ്ങളിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ, ഇടയ്ക്ക് ആശുപത്രിയിൽ പോകും, കൊച്ചിൻ്റെ കല്യാണങ്ങളടുത്ത് എങ്ങനെയാണ് മുമ്പോട്ട്. പക്ഷേ ഈ നടുക്ക് കർത്താവുണ്ടായിരുന്നു. ഈ കർത്താവാണ് എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആരോടും ഞാൻ പലരോടും പറയാം. അപ്പോൾ ഒരാളിനോട് ഞാൻ ഇങ്ങനെ സുവിശേഷം പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കി. അപ്പോൾ എന്നോട് പറയണേ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഹല്ലേലൂയ യഥാർത്ഥമായി നിൻ്റെ നാവിൽ ഉയരും എന്ന് പറഞ്ഞു. യഥാർത്ഥമായി ദൈവത്തെ സ്തുതിക്കും. ഞാൻ അഥവാ മരിച്ചു പോയാലും ഇത് ദൈവത്തെ സ്തുതിക്കാനൊരു മുഖാന്തരമായിത്തീരും. കാരണം എന്നെ കളിയാക്കിയതായിരുന്നു. എനിക്ക് അതിലൊന്നും ഒരു പ്രയാസമില്ല. പക്ഷെ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. ഈ 95 കർത്താവിനെ അറിഞ്ഞ സമയത്ത് എൻ്റെ ഭർത്താവിന് എന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്ന്. പിന്നെ മദ്യപാനമായിരുന്നു, മദ്യപിക്കൂല, പിന്നെ പുകവലിക്കുമായിരുന്നു. പുള്ളി പുകവലിക്കൂല. ഈ പുകവലിച്ചും കൊണ്ട് അടുത്ത് ആരെങ്കിലും കൂടെ പോവുകയാണെങ്കിൽ പുള്ളിക്ക് ഛർദ്ദിക്കാൻ വരും. പിന്നെ കുടുംബത്തിൽ ഒരുപാട് സമാധാനം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. കാരണം എന്തെന്ന് വെച്ചാൽ പുള്ളിയുടെ ആ മാറ്റം തന്നെ ഒരുപാടുണ്ടായി. ഒരു ദൈവഭയം, വളരെ ദൈവഭയവും ദൈവഭക്തിയും ഉള്ള ഒരാളായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാ സൺഡേയും ഞായറാഴ്ച മുടങ്ങാതെ ചർച്ചിൽ പോകണം, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകണം എന്നെല്ലാം കാരണം ക്രിസ്തുവിനെ രുചിച്ച് അറിഞ്ഞ ഒരു ഇതായിരുന്നു. ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടായി. പുള്ളിക്ക് മദ്യപാനമില്ല, പുകവലിയില്ല, പിന്നെ കൊച്ചു കൊച്ചു രോഗങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള പ്രയാസങ്ങൾ അത് ഈ മദ്യപിച്ച് ഉണ്ടായതാണ്. എന്നെ കല്യാണം കഴിക്കുമ്പം പുള്ളി മദ്യപിക്കില്ല, പുകവലിക്കില്ല, നല്ല ഒരാളായിരുന്നു. കാരണം അവർ 5 മക്കളായിരുന്നു. ഈ 5 മക്കളിൽ ഏറ്റവും നല്ല സ്വഭാവവും ഏറ്റവും നല്ല ഒരാളായിരുന്നു. ആ പേരൂർക്കട എല്ലാവർക്കും നല്ല ഒരു സാക്ഷ്യമുള്ള ഒരാളായിരുന്നു. ദൈവത്തെ അറിയും മുമ്പേ അത്രയും ഒരു നല്ല ഒരു മനുഷ്യനായിരുന്നു. ആരെയും സഹായിക്കാനും എന്ത് കാര്യത്തിനുമായിരുന്നു. പിന്നെ ഈ മദ്യപാനം തുടങ്ങിയപ്പോഴാണ് വീട്ടിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവാൻ കാരണം. ലാസ്റ്റിൽ ഇത് അറിഞ്ഞപ്പോൾ ഞാൻ പിണങ്ങി എൻ്റെ വീട്ടിൽ പോയായിരുന്നു. എൻ്റെ വീട്ടിൽ പോയതിന് ശേഷം എൻ്റെ ഭർത്താവ് 3 പ്രാവശ്യം വന്ന് എന്നെ വിളിക്കാൻ വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് സമാധാനം കിട്ടണം. ലാസ്റ്റ് പറഞ്ഞ അല്ല, ഞാൻ ഇനി കുടിക്കില്ല, കുടിയെല്ലാം നിർത്തി എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കുറേ നാൾ
ഒരുമിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞിട്ടും വീണ്ടും പുള്ളി മദ്യപിക്കാൻ തുടങ്ങി. ഈ മദ്യപിക്കാൻ തുടങ്ങി പിന്നീട് അങ്ങ് ഒരു രോഗി എന്ന് വെച്ചാൽ അത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. നല്ല ഒരു രോഗിയായി തീർന്നു. ആ രോഗത്തിൽ നിന്നാണ് ഞങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞത്. പിന്നെ ഡോക്ടർമാർ പറഞ്ഞു ചെറുപ്പത്തിലേ മരിച്ചു പോവേണ്ടതാണ്. അത് കഴിഞ്ഞ് 12 വർഷക്കാലം ദൈവം ജീവൻ കൊടുത്തു. 2 മക്കളെയും കല്യാണം കഴിച്ച് 2 കൊച്ചുമക്കളെയും കണ്ട് സന്തോഷത്തോടെയാണ് മടങ്ങിപ്പോയത്. കാരണം ജീവിതത്തിൽ അത്രയും ഒരിതായിരുന്നു. കാരണം ഞങ്ങൾ ക്രിസ്തുവിനെ അറിയാതെ ഇരുന്നു എങ്കിൽ ഒരിക്കലും 2 മക്കളെ കല്യാണവും കാണാൻ പറ്റൂല, കൊച്ചുമക്കളെ കാണാൻ പറ്റൂല. എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എങ്ങനെയാണ് ജീവിക്കും എന്നുള്ള ഒരു പിടി എനിക്കില്ല. പക്ഷേ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഒരു സന്തോഷം. അതുപോലെ ഞങ്ങളുടെ ചർച്ചിലും വളരെ ഒരു താങ്ങും തണലും ഒക്കെ ആയിരുന്നു. എല്ലാവരും നല്ല ഒരിതായിരുന്നു, ഐക്യതയും സ്നേഹവും ഒക്കെ ആയിരുന്നു. ഞങ്ങളുടെ പാസ്റ്ററും കുടുംബവും ചർച്ചിലെ സഹോദരിയും സഹോദരന്മാരും എല്ലാവരും അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരസുഖം ഉണ്ടായിരുന്നു. എനിക്ക് തൈറോയിഡിൻ്റെ ഒരസുഖം ഉണ്ടായി. അത് ആദ്യം ഒരു ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞ് അത് മെഡിക്കൽ കോളേജിൽ അയച്ചു കൊടുത്ത് അത് ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയിഡിൽ ചെറിയൊരു ക്യാൻസർ ഉണ്ടെന്നറിഞ്ഞു. അത് കഴിഞ്ഞ് വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ഏതൊരു കുഴപ്പമില്ല. വർഷത്തിലൊരിക്കൽ ഞാൻ ഡോക്ടറെ കാണും. ഡോക്ടർ പറയും ഇപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയും. അവിടെയുള്ള സിസ്റ്റർമാരും പറയും ആൻറ്റി 10 വർഷക്കാലം ആൻറ്റി ജീവിച്ചില്ലേ എന്ന് പറയും. അവർക്കും ഒരു സാക്ഷ്യമാണ് ഞാൻ. പക്ഷേ ഇപ്പം അങ്ങനെ ഏതൊരു കുഴപ്പവും ഒന്നുമില്ല. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുന്നു. കാരണം സകല ബുദ്ധിമുട്ടും ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്ത് തരും. കാരണം ഏത് ബുദ്ധിമുട്ടും ക്രിസ്തു യേശു പൂർണ്ണമായി തീർക്കും. കാരണം നമ്മൾ മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമുക്ക് എല്ലാം പൂർണ്ണമായി നമുക്ക് തരും. ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണം. അതോടെ എല്ലാം നമുക്ക് ദൈവം ഒരുക്കുമെന്നാണ്. കാരണം ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, വിദേശത്ത് പോകുമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരനും സഹോദരിയും കൂടെ വന്നാണ് ഇങ്ങനെ പറഞ്ഞത്, കുമാരി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് അത് നടക്കൂല എന്നുള്ള ഒരു കാര്യം എനിക്കറിയാമായിരുന്നു. കാരണം കുഞ്ഞുങ്ങൾക്ക് അവിടെ ജോലിയായി, അവരിപ്പോൾ പോയിട്ട് 5 വർഷമേ ആയുള്ളൂ, അവരെല്ലാം സെറ്റിലായി ഇരിക്കുകയല്ലേ എന്നുള്ള ഒരിതായിരുന്നു. പക്ഷേ എൻ്റെ മരുമോനും മോളും തന്നെ പറഞ്ഞ് അമ്മ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഏത് ആഗ്രഹങ്ങൾ ദൈവത്തോട് പറഞ്ഞോ ദൈവം ആ ആഗ്രഹത്തെ നിറവേറ്റിത്തരും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വിദേശത്ത് പോയെന്ന് പറഞ്ഞാൽ അതെനിക്ക് വലിയൊരു കാര്യം. എൻ്റെ കുഞ്ഞുങ്ങളോട് സന്തോഷിക്കാനും ഓസ്ട്രേലിയ ദേശത്ത് പോകുവാനും അവിടെയും ചർച്ചിൽ എനിക്കൊരു സാക്ഷ്യങ്ങൾ പറയുവാനും ദൈവം ഇടയാക്കി. അപ്പോൾ നമ്മൾ ഏത് കാര്യം യേശു എല്ലാം ദൈവം അതിനായിട്ട് വഴി നടത്തും. ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി സകല ബുദ്ധിമുട്ടും തീർത്ത് തരും. സമാധാനം തേടി അലഞ്ഞ ഈ വ്യക്തിയിൽ സമാധാന പ്രഭുവായ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ വെളിപ്പെട്ട ആത്മീക അനുഭവമാണ് നാം ശ്രവിച്ചത്. ജീവദായകന്റെ ദിവ്യ സുവിശേഷം ഈ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തിയതുപോലെ നമ്മെയും ആഴങ്ങളിൽ സ്പർശിക്കട്ടെ. യേശു എന്നെ അനുദിനം നടത്തിടും.